ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അനേകം പാട്ടുകൾ പാടി കേട്ടോ. എങ്ങനെയുണ്ട്? ചിലത് നല്ലത്, ചിലത് പോക്ക്. അങ്ങനെയല്ല, പാട്ടുകളെല്ലാം നല്ലത്. ഞാൻ പാടിയ രീതികൾ, താളങ്ങൾ അല്ലേ, ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് ഈ ഏറ്റക്കുറച്ചിലെങ്ങനെ? ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ചില പാട്ടുകൾ, ചില വരികൾ നല്ല രസമുണ്ട് ഞാൻ പാടുന്ന കേൾക്കാൻ എന്നെനിക്ക് തോന്നുന്നു. ചിലത് കഴുതരാഗം അല്ലേ, അങ്ങനെയുള്ള പാട്ടുകളാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരങ്ങനെയാണ് കേട്ടോ. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, കുറച്ച് നല്ലതുകൊണ്ട് വളരെ പോക്കുമുണ്ട്, വളരെ നല്ലതുണ്ട്. അങ്ങനെ കുറേ പല വിഭാഗത്തിലുള്ള മനുഷ്യരാണ് കേട്ടോ നമ്മുടെ സമൂഹത്തിനുള്ളത്. പ്രത്യേകിച്ച് മലയാളികളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മലയാളികളെ ഒരു താരതമ്യപ്പെടുത്തുന്നില്ല ഞാൻ. ഈ പാട്ടിൻ്റെ ഒരു രാഗതാള ശ്രുതി അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കിയ ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. നല്ല പാട്ടുകൾ, അടിപൊളി പാട്ടുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥ മാറ്റങ്ങൾ വരുന്നില്ലേ, അതേപോലെയാണ് ഗാനങ്ങളും ഇപ്പം ഞാൻ പാടിയത് പോലെ. അതായത് എനിക്ക് നല്ല മനോഹരമായ പാട്ടാണല്ലേ. ചിലത് ഞാൻ പാടുമ്പോൾ രസമുണ്ട് കേൾക്കാം, ചിലത് ചിലത് രസമില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ തലമുറയിലെ പുതിയ മനുഷ്യർ എല്ലാവരും അല്ല, ചില ആൾക്കാർ. അപ്പം ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നമുക്ക് കാണാം നല്ലതുണ്ടോ ചീത്തയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കൂടെയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മനോഹര പാട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണും, ഈ വീഡിയോ കാണണം, ഈ പാട്ട് ആസ്വദിക്കണം. നിങ്ങൾ കമൻ്റ് നെറ്റി വേണം. നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഇങ്ങനെയുള്ള മനുഷ്യരാണ്, അതായത് ഏറ്റക്കുറച്ചിലുള്ള. ചില കൂട്ടർ നല്ലത്, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് നമ്മൾ പുതിയതും പഴയതുമായ മനുഷ്യർ സമൂഹത്തിലുള്ളത്. ചിലവർ നല്ലതായിരിക്കും, ചിലവർ വളരെ വ്യത്യാസമായിരിക്കും. എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ചെറിയൊരു പോക്കറ്റ് റോഡാണ്, കട്ട് റോഡ്, മണ്ണിട്ട റോഡ്. അപ്പോൾ ആ വീടിൻ്റെ ആ റോഡ് മേലെ ഞാൻ വരുമ്പോൾ അങ്ങനെ ഒരു സ്കൂട്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂട്ടർ അയാൾ ഇൻഡിക്കേറ്റർ എന്തിനീ, വേറെ വണ്ടിയൊന്നും ഇല്ലേ, പക്ഷേ ഇൻഡിക്കേറ്റർ ഉണ്ടോ. ഞാൻ അയാൾക്ക് ആദ്യം പോകാൻ എന്തിനീ അതിൻ്റെ ആവശ്യം എന്താ? ഒരു ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ റോഡും അല്ല, വാഹനങ്ങൾ ഗതാഗതമെന്ന് പോകുന്നതല്ല, ഒരു ഇടയാണ്, നാട്ടിൻ പുറത്തെ ഒരു ഇടയാണ്. അതിന് ഈ ഓട്ടോറിക്ഷ മാത്രമേ വരുന്നുള്ളൂ. അത് പോകാനുള്ള സമയം വേണം അവന് ഇല്ല. അപ്പോൾ അതിന് പോലും മനുഷ്യന് ക്ഷമയില്ല. പഴയാൾക്ക് തിരിയില്ല, പുതിയ ആൾക്ക് അത് കൊട്ടുമില്ല. പക്ഷേ ഈ പഴയതിൽ പുതിയ എന്താ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതാണ് ഈ പാട്ട് ഉദാഹരണമായിട്ട് ഞാൻ വെച്ചത്. എങ്ങനെ? നല്ല രീതിയിലും പാടി, അല്ലാതെയും പാടി. നല്ല രീതിയിൽ പാടിയൊന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നിരുന്നാലും എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. നല്ല രീതിയിൽ പാടാൻ ശ്രമിച്ചു, അതിന് മോശം രീതിയിലും പാടാം. എങ്ങനെ പോട്ടെ, കഴുകാകും എന്നുള്ളത്. അപ്പം നിങ്ങളിത് കണ്ട് വിലയിരുത്തുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തരുക, ലൈക്ക്, കമൻറ്റ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ തരുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കാണണം മുഴുവനായിട്ടോ, എന്നാലേ അതിൻ്റെ നിങ്ങൾക്ക് രുചികരമായ ഒരു സ്വാദ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മുഴുവനായിട്ട് കാണുക. നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ആരംഭിക്കാം കേട്ടോ. എന്നാൽ എല്ലാവരും കടന്നു വരും. നക്കുമുക്കേ ഹിമഗിരി നിരകൾ തൊടിയിൽ മംഗള ദീപവുമാ ചന്ദനലേ പസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമി. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്യക്കല്ലുണ്ടോ, കയ്യിൽ വാർമതിയേ. പൊന്നും തേനും വയമ്പും മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമല്ല പോകിരിഞ്ഞോ അതിലായിരമാശകള. പെരിയാറേ പർവ്വത നിരയുടെ പനിനീ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. പവിഴാതരം പനിനീർ പൊട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ നീലോ ഇളം കാറ്റോ വാരിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ അറിയാതെ നീ കൂടെയല്ലേ മർവാക്കുമിണ്ടാഞ്ഞതല്ലേ.
മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും കുളങ്ങര ഭരണി നാളിൽ ഉതുസളവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കുള്ളിൽ ചെപ്പിവളക്കുള്ളിൽ സായന്തനം ചന്ദ്രിക ലോലബാ നാലം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം ചിത്രശീല പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു അതിൽ നിത്യമേനി സ്വർഗായിക ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഹൃദയമണിയറയിൽ നീയൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നോ സ്വർഗായികേ മന്ദാമരയേ വാ മന്ദാകിനിയായി വാ ചന്ദനമുയിലായി വാ പാടം പൂത്തക്കാലം പാടാൻ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗപേരി മംഗളാരവം ദ്രുതതാളം മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർ പൊള്ളി പോലെ വെറുതെ പെയ്തു മഴയിൽ രാത്രി ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ട തൊയിൽ ഉണർന്നു പാടി എൻ്റെ നടനമണ്ഡപം തുറന്നു പാ ഗഗനമേ ഗഗനമേ ഗഗനമാണേ കാങ്കമേ ഗഗനമേ